ഇസ്രായേലിനൊപ്പം US കൂടി ചേർന്നതോടെ വജ്രായുധം പുറത്തെടുത്തിരിക്കുകയാണ് ഇറാൻ. ഇസ്രായേലിനെതിരെ ഇറാൻ ഹോറാം ഷഹർ 4 മിസൈൽ പ്രയോഗിച്ചുവെന്നാണ് റിപ്പോർട്ട്. 2000 കിലോമീറ്റർ ദൂരപരിധിയും 1500 മുതൽ 1800 കിലോഗ്രാം ഭാരം വരെയും വഹിക്കാൻ ശേഷിയുള്ള കൂറ്റൻ മിസൈലാണ് ഹോറാം ഷഹർ. ശത്രുവിന് കനത്ത നാശം വിതയ്ക്കാൻ ഈ മിസൈലിന് കഴിയും. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളിലെ ഏറ്റവും ഭാരമേറിയ മിസൈലാണിത്. 2017 ഇറാൻ ഹോറാം ഷഹർ മിസൈലുകൾ അവതരിപ്പിച്ചത്. ഈ പേരിന് ഒരു ചരിത്രമുണ്ട്. 1980-കളിലെ ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ കനത്ത പോരാട്ടത്തിന് വേദിയായ ഇറാൻ നഗരത്തിൻ്റെ പേരാണ് മിസൈലിന് നൽകിയിരിക്കുന്നത്. ഖൈബർ എന്ന പേരിലും ഈ മിസൈൽ അറിയപ്പെടുന്നു. ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളിൽ US ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഇസ്രായേലിനെതിരായ ആക്രമണത്തിൽ ഇറാൻ ഹോറാം ഷഹർ പ്രയോഗിച്ചത്. US ആക്രമണം നടത്തിയതിന് പിന്നാലെ കനത്ത ആക്രമണമാണ് ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയത്. ഇറാൻ കുറഞ്ഞത് 40 മിസൈലുകളെങ്കിലും വിക്ഷേപിച്ചുവെന്നാണ് റിപ്പോർട്ട്. ഇറാന്റെ ആക്രമണം ഇസ്രായേലിൽ നാശം വിതച്ചതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇസ്രായേലിലേക്ക് ഇറാന്റെ മിസൈലുകൾ എത്തിയതായി IDFന്റെ വക്താവ് അറിയിച്ചു. ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്നും സൈനിക വക്താവ് അറിയിച്ചു. ഇസ്രായേലിലെ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ ഷെൽട്ടറുകളിലേക്കും സുരക്ഷിത മേഖലകളിലേക്കും മാറാൻ ജനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ബെൻ ഗുരിയോൺ വിമാനത്താവളം ഉൾപ്പെടെ ഇസ്രായേലിലെ നിരവധി മേഖലകളിൽ ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം നടത്തിയതായി ഇറാൻ സ്റ്റേറ്റ് TV റിപ്പോർട്ട് ചെയ്തു. ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ അറിയിച്ചു. ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടും ഇറാൻ ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ട്. ജെറുസലേമിൽ സ്ഫോടനം നടന്നതായും ടെലവിവിൽ സൈറനുകൾ മുഴങ്ങിയതായും മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. ഇറാൻ മിസൈൽ ആക്രമണം ശക്തമാക്കിയതോടെ ഇസ്രായേൽ വിമാന കമ്പനികൾ സർവീസുകൾ നിർത്തിവെച്ചു. ഇസ്രായേലിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയായ എൽ അൽ ഇസ്രായേൽ എയർലൈൻസ്, അർക്കിയ, ഇസ്രയർ എന്നിവ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ സർവീസുകൾ നടത്തില്ല. ജൂൺ 27 വരെ ഷെഡ്യൂൾ ചെയ്ത വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. ഫോർദോ, നദാൻസ്, യെസ്ഫാൻ ആണവ നിലയങ്ങളിലാണ് US ആക്രമണം നടത്തിയത്. ഇറാന്റെ ഭൂഗർഭ ആണവ നിലയം തകർക്കാൻ ശേഷിയുള്ള GBU-57 ബങ്കർ ബസ്റ്റർ ബോംബുകളുമായി B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങളാണ് ആക്രമണം നടത്തിയത്. ഇറാൻ ഇസ്രായേൽ സംഘർഷം 10ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് US-ഉം ആക്രമണങ്ങളിൽ പങ്കാളിയായത്. അതിനിടെ ഇസ്രായേലിനെ സഹായിക്കരുതെന്ന മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്ത് വന്നു. ഇസ്രായേലിന് സൈനിക സാമഗ്രികൾ നൽകരുതെന്നും ഇസ്രായേലിനെ സഹായിക്കുന്നവരെ യുദ്ധത്തിൽ കക്ഷിയായി കണക്കാക്കുമെന്നും മറ്റു രാജ്യങ്ങൾക്ക് ഇറാൻ മുന്നറിയിപ്പ് നൽകി.